നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ഇടാൻ പോവാണ് ഞാനിന്ന്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് അപ്ഡേറ്റ്. ആക്ച്വലി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഈ റീഡിങ്സ്, റിലേഷൻഷിപ്പ് റീഡിംഗ് ഗൈഡൻസ് മെസ്സേജ് ഒക്കെ രാവിലെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാം. റിലേഷൻഷിപ്പ് റീഡിംഗ് വൈകിട്ട് മതിയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഇന്നലെ വിഷു ദിവസം ഞാൻ വൈകിട്ടാണ് ഇട്ടത്. വ്യൂസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വ്യത്യാസമായിട്ടല്ല. പക്ഷെ എന്നാലും വൈകിട്ട് ഇട്ടപ്പോഴാണോ കുറച്ചുകൂടി ബെറ്റർ എന്നൊരു തോന്നൽ എനിക്ക്. അപ്പം ഞാൻ ഏത് ടൈമിലാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോളിട്ട് വെക്കാം, നിങ്ങൾക്ക് ഏത് സമയത്താണ് റീഡിങ് വേണ്ടത് എന്നുള്ളത്. മെജോറിറ്റി വരുന്നതിനനുസരിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യാം. ഞാൻ ഒരു പോൾ ഞാൻ ഇട്ട് വെക്കാം കമ്മ്യൂണിറ്റിയിൽ, ഒന്ന് പോയി നോക്കുക എല്ലാവരും, ഒന്ന് അതിൻ്റെ പോൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പ്രിഫേർഡ് ഏതാ സമയം എന്നുള്ളത് എനിക്ക് ഒരു പക്ഷെ മെജോറിറ്റി നോക്കിയിട്ട് ഞാൻ എടുക്കുള്ളൂ. എനിക്ക് മെജോറിറ്റി ഏതാ പറയണത് അത് എടുക്കാൻ ഞാൻ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അവിടെ പറഞ്ഞോളൂ. ഓക്കെ, അങ്ങനെ. അപ്പം അതൊരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നത്, ഒന്ന് നിങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ഇന്ന് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, എന്താ മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ചെറിയ റീഡിങ് എന്ന് ആക്കുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഓക്കെ. എന്താണ് എനർജീസ്? ഏസ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, വാവ്, സ്ട്രെങ്ത് ആൻഡ് ദ ചാരിയറ്റ് ആൻഡ് ഫോർ ഓഫ് വാൻഡ്സ്. ഓക്കെ, ആദ്യം തന്നെ വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ മേജർ ആക്ഷൻ കാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാം, ക്ലാരിറ്റി എന്ന് പറയാം. നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ മാറ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ ഒരു ട്രൂത്ത് നിങ്ങൾ അറിയാൻ പോകുന്നതായിട്ട്, ഓക്കെ, ഒരു സത്യം നിങ്ങൾ അറിയാൻ പോകുന്നതായിട്ട്, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്ന പോലെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ തയ്യാറാവുന്ന പോലെ, ഓക്കെ, ഒരു മുന്നോട്ടൊരു വലിയൊരു ബോൾഡ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയണം. ഓക്കെ, വളരെ ബോൾഡായ ഒരു സ്റ്റെപ്പ് എന്ന് തന്നെ പറയണം ഇവിടെ. അത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സത്യങ്ങൾ അറിയാനായിരിക്കാം. അവർ പറയും, ഓക്കെ, അവർ നിങ്ങളോട് എന്തെങ്കിലും ഒരു സത്യം പറയും എന്ന് പറയാം. സത്യം എന്ന് പറയുമ്പോൾ അതിപ്പോൾ വലിയ നമ്മൾ ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഹിഡൻ കാര്യമല്ല. അവരുടെ മനസ്സിലുള്ള ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഓക്കെ, വളരെ വ്യക്തമായിട്ട് അവർ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ അവരാഗ്രഹം, അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ, നിങ്ങളുടെ അടുത്തൊരു ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ, ഓണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ തരത്തിൽ അവർ തയ്യാറാവുന്ന പോലെ, ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയൊക്കെയാണ്. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ് വളരെ നല്ല ബിഗിനിങ് ആണ് നമുക്ക്. ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ അതിൻ്റെ തൊട്ടടുത്തുള്ള കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ദാറ്റ് മീൻസ് കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോഴും നമ്മളൊരു മാരേജിൻ്റെ കാർഡാണ് പറയാറ്. ഒരാൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നതായിട്ട്, ഒരു സ്റ്റെബിലിറ്റി തരുന്ന ഒരാൾ, ഒരു പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആൻഡ് ഇതും നമ്മൾ കുറേയൊക്കെ കമ്മിറ്റ്മെൻറ്റ് കാര്യം തന്നെയാണ് പറയുക. ട്രൂത്ത്ഫുൾ ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട് നമ്മൾക്ക് വേണ്ടി അത്രയും കമ്മിറ്റഡ് ആയ ഒരു കാര്യം പറയാം. ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് എന്ന് ആക്ച്വലി വാക്കതാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിട്ട്, നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ട് അവർ നിങ്ങളുടെ നേരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെ. ഓക്കെ, സോ കമ്മിറ്റ്മെൻറ്റ് തരുന്നു എന്ന് പറയാം ചുരുക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ എന്ന് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഇവിടെ നല്ല വെളിച്ചം വന്നു. ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെളിച്ചം വന്നു ഇവിടെ. വാവ്, വെരി നൈസ്. ഇങ്ങനെ ഒരു ഇരുണ്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ അതിലേക്ക് വെളിച്ചം വന്നു. സോ പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക്. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ക്ലാരിറ്റി, അവരെ മനസ്സിലുള്ള കാര്യം അവർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് തുറന്നു പറയാൻ, ഓക്കെ, ആ രീതിക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരെന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയാം. നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് പറയാം. സെവൻ ഓഫ് കപ്സ് ആണ്. അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. മുൻപ് അവർ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നിരിക്കാം. അതിപ്പോൾ എന്തും ആവാട്ടോ, ലൈക്ക് വേറെ ബന്ധങ്ങളാവണം എന്ന് നിർബന്ധമില്ല. ഫാമിലി, കരിയർ, ജോലി, ഫ്രണ്ട്സ്, ജസ്റ്റ് അവരുടെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും, അവർ സ്വന്തമായ ഇഷ്ടങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന അങ്ങനെയൊക്കെ ഒരു സ്വഭാവം, ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഫാമിലിയോട് കൂടെ ഫാമിലിയുടെ വാക്ക് കേൾക്കുക, ഫാമിലിയോടക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനെ എന്ത് കാര്യം
കാര്യം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, കരിയറിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് നടക്കുക, അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും ഓക്കെ, അതിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങളെ ഒരു ചോയ്സ് വരുന്നതായിട്ടാണ്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാർഡാണ്. സോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു എന്ന് പറയാം. സ്ട്രോങ് ആക്കാൻ അവർ ശ്രമിക്കും, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ വരും. ആൻഡ് സ്ട്രെങ്തൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആവും, ലോങ് ലാസ്റ്റിംഗ് ആവും എന്ന് പറയാം. ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ട്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നെവർ എൻഡിങ് എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ ബന്ധം അങ്ങനെ എൻഡ് ആവാതെ പിടിച്ചു നിർത്താൻ അവർ മാക്സിമം ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഒന്നിച്ചെപ്പോഴും ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ചാരിറ്റി ആണ്. സോ മുന്നോട്ടൊരു മൂവ്മെൻ്റ് കാര്യമാണ്. അവർ ദൂരെ ആണെങ്കിൽ നിങ്ങളെ കാണാൻ വരാനുള്ള ചാൻസ് ആണ്, അല്ല ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ആണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ പറയുന്ന ആഗ്രഹം ഉണ്ടാവാം, അതും ആവാം. സോ ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു മുന്നോട്ട് ഒരു സ്റ്റെപ്പ് ഒരു മൂവിങ് എന്ന് പറയാം. മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. നിങ്ങളൊരു മാറ്റം എന്ന് പറയാം. സ്ഥലം മാറ്റമാവാം, ജോലി മാറ്റമാവാം, കരിയർ മാറ്റമാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള മാറ്റമാവാം എന്നും പറയാം. ഞാൻ 4 ഓഫ് വോൺസ് ആണ്. 4 ഓഫ് വോൺസ് പറയുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും. ഓക്കെ, സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് വന്ന് നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റേബിളായിട്ട്, ഞാൻ പറഞ്ഞു ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സോ ഇവിടെയും ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു വീട്, ആക്ച്വലി അങ്ങനെയൊക്കെ പറയാം. 4 ഓഫ് വോൺസ് നമ്മൾ വീടിൻ്റെ റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചൊരു വീട് കെട്ടാനൊക്കെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വല്ലതൊക്കെ മുന്നോട്ട് നടക്കും. ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് മാരേജ്, ഫാമിലി, സ്റ്റെബിലിറ്റി, ആ രീതിക്ക് കൂടി ഈ കാർഡ് നമുക്ക് കണക്കാക്കാം. ഓക്കെ, വളരെ ആക്ച്വലി സ്ട്രോങ് റീഡിംഗ് ആണ്. എടുത്ത ഉടനെ വന്ന് നമ്മുടെ ഏസ് ഓഫ് സോർഡ്സ്. സോ വളരെ വളരെ ആക്ച്വലി പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ആക്ച്വലി മാറ്റം എന്ന് പറയുമ്പോൾ ചാരിറ്റി ആണ്. സോ മൂവ്മെൻ്റ് ആണ്, ഒരു മാറ്റമാണ്. പക്ഷേ ഒരു ഫാസ്റ്റ് ആക്ഷനുമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് സ്ലോ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ. ആക്ച്വലി പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു എന്ന് പറയാം. ഓക്കെ, അവർ എന്തെങ്കിലും സഡൻ റിയലൈസേഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും സഡൻ മാറ്റങ്ങളായിരിക്കാം. ജസ്റ്റ് 1-2 കാർഡ് കൂടി ക്ലാരിഫൈന് എടുക്കാം. ഓക്കെ, 9 ഓഫ് കപ്സ് ആൻഡ് ദ ഹെർമിറ്റ്, 6 ഓഫ് സോർഡ്സ് അഗൈൻ ആൻഡ് ഏസ് ഓഫ് വോൺസ്. വാവ്, വീൽ ഓഫ് ഫോർച്യൂൺ. ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നമ്മൾ ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൻ്റെ സെയിം ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് അവിടെ വന്നത്. ഇവിടെയും ലാസ്റ്റ് നമുക്ക് കാർഡായിട്ട് എടുക്കാം. അതായത് സമയം മാറി വരുന്നു നിങ്ങളുടെ കാര്യത്തിൽ, അത് തന്നെയാണ് മെയിൻ. ഓക്കെ, സമയം മാറി വരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കുക. ഓക്കെ, പ്ലീസ്, നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള പവർ ഉണ്ട്, ഞാൻ പറയുന്നു. ഓക്കെ, മാറ്റങ്ങൾ നിങ്ങൾക്കായിട്ട് വരുത്തിയെടുക്കാം. നിങ്ങൾ അങ്ങനെ മിണ്ടാതെ ഹെർമിറ്റ് മോഡിൽ ഇരുന്ന് നിങ്ങൾ നോക്കിയും കണ്ടോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നീങ്ങില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ഈ ആക്ഷൻ ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആഗ്രഹം നേടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നടക്കാൻ പോകുന്നു, അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്ന കൂടുതലും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ, അവർക്കും ആഗ്രഹമാണ് നിങ്ങളുമായിട്ട് ഒന്നാവാൻ. അവർ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ലൈഫിൽ പല പ്രയോറിറ്റീസും ഉണ്ട്. അതിൽ നിന്നൊക്കെ മേലെയാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആഗ്രഹം നിങ്ങളാണ്, വിഷ് നിങ്ങളാണ്. അപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. അവർ കുറച്ച് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നുണ്ടാവാം. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട്. ഇത് രണ്ടും മൂവിങ് കാർഡാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ സ്ഥലം മാറാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി മാരീഡ് കപ്പിൾ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് എവിടേക്കെങ്കിലും മാറുന്നുണ്ടാവാം, അല്ലെങ്കിൽ അടുത്തടുത്തേക്ക് മാറുന്നുണ്ടാവാം, എന്തെങ്കിലും വരുന്നുണ്ട്. ഓക്കെ, ഒരാൾ അങ്ങോട്ടും മീൻസ് നിങ്ങൾ തമ്മിൽ പരസ്പരം കൂടുതൽ മീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും മാറാനായിരിക്കാം. ചിലവർ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കോ കാര്യങ്ങൾക്കോ വേണ്ടി അബ്രോഡ് പോകാനൊക്കെ അങ്ങനെയൊക്കെ വരാം. ഓക്കെ, സോ ഇവിടെ ഒരു മാറ്റങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അവർക്ക് വിഷ് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് വോൺസും വീൽ ഓഫ് ഫോർച്യൂണും. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ അവർ ഇത്രയും കാലം നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങോടെ അവർക്ക് മനസ്സിലാവും ദാറ്റ് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിനേക്കാട്ടിൽ കൂടുതൽ എവിടെയോ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാണ്. ഇത് 7 ഉള്ളൂ. 7 കപ്സ് ആണ് അവരുടെ ലൈഫിൽ. പക്ഷെ നിങ്ങൾ ആഡ് ചെയ്യുന്ന 2 കൂടിയിട്ടാണ്. സോ ദാറ്റ് മീൻസ് അത്രയും നിങ്ങളവർക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയാം.
മറ്റുള്ള ചോയ്സിൻ്റെ മേലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് വൺസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഡെഫിനറ്റ്ലി ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് നല്ല ചാൻസ് ആണ് ഇവിടെ. ഓക്കെ, സമയം വേഗം തന്നെ മാറി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കിനി ലൈക്ക് അഡ്വൈസ് നമുക്ക് ഈ കാർഡിൽ നിന്ന് എടുക്കാം. വെറുതെ ഇതിൽ കുറച്ച് മെസ്സേജസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് മെസ്സേജസ് കിട്ടാറുണ്ട്. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സിറ്റുവേഷനിൽ? നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്ത് വരുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അവർ വരാനുള്ള സമയം വരെ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. എംബ്രേസ് അപ്പം ഓക്കെ, ഞാൻ വായിക്കാം ഓരോന്നായിട്ട്, ജസ്റ്റ് എടുത്ത് വെക്കട്ടെ. എനിവേ, സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റിജുവനേറ്റ്. ഒന്ന് നമ്മുടെ ഹെർമിറ്റ് കാർഡ്. ഓക്കെ, ഹെർമിറ്റ് കാർഡ് പറയുന്നതും നിങ്ങൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് നിങ്ങളെ പേഴ്സൺ ചെയ്തിട്ടുണ്ടാവാം ഓൾറെഡി, നിങ്ങൾ കൂടി ചെയ്യാം. ഓക്കെ, നിങ്ങളും കുറച്ചൊന്ന് ഒന്ന് തനിച്ച് ആയാലും നിങ്ങളത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ആ സമയം നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നിങ്ങളൊന്ന് അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, അവനവൻ്റെ മനസ്സിനോട് ചോദിക്കുക, നമ്മുടെ മനസ്സിൽ എന്താണ് സന്തോഷം തരുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമോ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ബ്രേക്ക് എടുക്കുക. ജോലിയിൽ നിന്ന് ബ്രേക്ക് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പേഴ്സണലിൽ നിന്ന് ബ്രേക്ക് ആണെങ്കിൽ അങ്ങനെ, എന്തും. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ അവനവനെ കുറച്ച് കെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സെൽഫ് കെയർ, സെൽഫ് ലവ് വളരെ അത്യാവശ്യമാണ് എപ്പോഴും. ഓക്കെ, ആൻഡ് എംബ്രേസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, സീക്ക് സൊല്യൂഷൻ ആൻഡ് നോട്ട് പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നെഗറ്റീവ് തോട്ട്സിലേക്ക് കൂടുതൽ പോവാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അവർക്ക് ആ കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളുണ്ട്, അവരെന്നെ പ്രയോറിറ്റി ചെയ്യുന്നില്ല, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ലൈഫിൽ എന്നൊക്കെയുള്ള ഇങ്ങനെ നെഗറ്റീവ് ടോക്സ് വരുമ്പോൾ അതിനെ അവിടെ കട്ട് ചെയ്യുക. ഓക്കെ, അതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ആലോചിക്കാം, അതിൻ്റെയൊക്കെ മേലെ ഓക്കെ ഞാൻ ആണ് ശരിക്കും അത്രയും നല്ലതാണ്, മീൻസ് ഞാനത് അർഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള നിങ്ങൾ സെൽഫ് വാല്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വർത്ത് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാല്യൂ ചെയ്യും ഓട്ടോമാറ്റിക്കലി. ആദ്യം നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാതെ വേറെ എന്തൊക്കെ പ്രയോറിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ കെയർ ചെയ്യുന്ന പോലെ വേറെ ആൾക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവനവനെ പുട്ട് ഡൗൺ ചെയ്യാതിരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ ചെറുതായി കാണാതിരിക്കുക. ഓക്കെ, വേറെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പോസിറ്റീവ് തോട്ട് കൊണ്ടുവരിക. അവർ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിൻ്റെ മേലെ അവർ തീർച്ചയായിട്ടും ഞാനാണുള്ളത്, അവർ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, എവിടെയും പോവില്ല എന്നുള്ള ആ ഒരു തോട്ട്, പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ കൊണ്ടുവരാം. പേഴ്സൺ മെസ്സേജ് ചെയ്യാതിരിക്കുമ്പോഴേക്കും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, അവർ വേറെ ആരുടെ അടുത്തേക്കും പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാണ് അങ്ങനെയുള്ളത് ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ സ്വയം പറയുക തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വന്നോളും, കുഴപ്പമൊന്നുമില്ല, എവിടെ പോകാനാണ്, ഇവിടെ തന്നെ വരും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങാം. ആൻഡ് ഇവിടെ ഫാമിലി ഇമോഷണൽ സപ്പോർട്ട്, യുവർ ഫാമിലി റിക്വയർസ് മോർ ഇമോഷണൽ സപ്പോർട്ട് ദാൻ ഫൈനാൻഷ്യൽ. സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഓവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫൈനാൻസിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വറീഡ് ആണെങ്കിൽ, ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ആവശ്യം നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് എന്നാണ്. ഫൈനാൻഷ്യൽ അല്ല, ഇമോഷണൽ സപ്പോർട്ടാണ് കൂടുതലും വേണ്ടത്. അവരെ ടേക്ക് കെയർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല, ചിലവർക്ക്. നിങ്ങൾ ഓൾറെഡി ഫാമിലി ഉള്ള ആൾക്കാരാണെങ്കിൽ, മാരീഡ് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ പാരൻസ്, വീട്ടിലാരെങ്കിലും ആരുണ്ട്, എങ്ങനെയായാലും ഓക്കെ, അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ ഈ അവരുടെ കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ശ്രദ്ധ മാറ്റിയിട്ട് നിങ്ങൾ ലേശം ഒന്ന് നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കുക, അവനവനിലേക്ക് ശ്രദ്ധ കൊടുക്കുക, രണ്ടും വേണം. ഓക്കെ, അവനവനും കെയർ ചെയ്യണം, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും കെയർ ചെയ്യണം. അത് പാരൻസ് ആയാലും കുട്ടികളായാലും മക്കളായാലും ഫാമിലി ആയാലും ആരായാലും. ഓക്കെ, അവനവനെയും കെയർ ചെയ്യുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ഒന്ന് കെയർ കൊടുക്കുക. ഈ പേഴ്സൺ അവിടെ വരട്ടെ, നമ്മൾ പറഞ്ഞ പോലെ അവർ വരട്ടെ മെല്ലെ. ഓക്കെ, സമയം കൊടുക്കൂ, അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. രുദ്രാക്ഷ detoxification and cleansing. Rudraksha beads are divine element of Lord Shiva. Use them for cleansing and detoxifying your body and spirit. ഓക്കെ, ചിലവർക്ക് രുദ്രാക്ഷ ഇട്ടാൽ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് നമുക്കൊരു കാമിങ്, നമ്മളൊരു മനസ്സ് ശാന്തമാക്കാനും നെഗറ്റീവ് തോട്ട്സ് ഇതാക്കാനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രുദ്രാക്ഷ വാങ്ങാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് അവനവൻ്റെ ക്ലെൻസിങ് എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ മൈൻഡും ബോഡിയൊക്കെ നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്യുക. എപ്പോഴും ഉപ്പിട്ട് കുളിക്കൽ ഞാൻ പറയാറുണ്ട്, നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ നല്ലതാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലോണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ മൈൻഡും ബോഡിയും നിങ്ങൾ മാക്സിമം നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ,
and embrace forgiveness and embrace positivity. Learn the art of forgiveness to liberate yourself from energy blocks, fostering a positive and successful life. Okay, ആക്ച്വലി ഇവിടെ പറയുന്നത് ഫോർഗിവ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് നിങ്ങൾ പോസിറ്റീവ്നെസ്സിനെ നിങ്ങൾ കൂട്ടുപിടിക്കുക എന്നുമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫോർഗീവ് ചെയ്യുക അവരെ. അവരെ ഫോർഗീവ് ചെയ്ത് വിട്ടേക്കുക. ആ ഫോർഗീവ്നെസ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പോസിറ്റീവ് വരികയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരിക്കലും നിങ്ങൾക്ക് മോശമാവില്ല. ആ ഫോർഗീവ്നെസ് നമ്മൾ ഞാൻ പറയാറുണ്ട്, മറ്റേ ആൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുന്നത് അവരെ ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ആ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് ചെയ്യുക, അവരെ ഫോർഗീവ് ചെയ്ത് വിട്ടേക്കുക, അവനവനെയും ഫോർഗീവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവനവനെയും ഫോർഗീവ്നെസ് ചെയ്യണം. കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ അറിവ് വെച്ചിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ടും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ തെറ്റായി പോവും. നമ്മളൊന്നും പെർഫെക്റ്റ്, നമ്മൾ ദൈവങ്ങളല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ അവനവനെയും ഫോർഗീവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓക്കെ, ഞാൻ വേറെ കാര്യം കൂടി, പേഴ്സണൽ റീഡിങ്സ് ഞാൻ അധികം എടുക്കുന്നില്ല. കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനിക്ക് എല്ലാവർക്കും ഹീലിംഗ് എത്തിക്കാനുള്ള വഴികളാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, റീഡിങ്ങിലല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റീഡിങ് ഉണ്ട്, വേണം, ശരി തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്കൊന്നും അറിയാൻ വേണ്ടി റീഡിങ് ആവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് മോസ്റ്റ്ലി പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് ലവിൻ്റെ കുറവാണ്. ഓക്കെ, നമ്മുടെ അവനവനെ നമ്മൾ സ്നേഹിക്കുന്നില്ല, നമ്മൾ മറ്റൊരാൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും. അത് തന്നെ, ആൻഡ് ആ കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വേദനിക്കാനുള്ള റീസണും. ഓക്കെ, സോ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ സെൽഫ് ലവ് എന്ന് തുടങ്ങുക. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ സ്നേഹമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേറൊരാൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുക, അല്ലേ? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയില്ലെങ്കിൽ എങ്ങനെയാണ് വേറൊരാൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാം? ഓക്കെ, എങ്ങനെയാണ് അവർ നിങ്ങൾക്കൊരു വാല്യൂ തരിക? സോ ഇതൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട് കുറേ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ശരിക്കും ബേസ് വരുന്നത് ഓരോ പ്രശ്നങ്ങളുടെയും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, വേറൊരാളുടെ വേദന നിങ്ങൾ അധികം സഹിച്ച് നിൽക്കില്ല. ഓക്കെ, എന്ന് വെച്ച് നമ്മൾ അപ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, സ്നേഹത്തിൻ്റെ അഗെയിൻസ്റ്റ് അല്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കാണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്യുന്നത്, അത് ഐ തിങ്ക് ഗൈഡൻസ് മെസ്സേജിലാവുമെന്ന് പറഞ്ഞ്. ഓക്കെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാറി സ്വഭാവം നമ്മൾ മാറുന്നു, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ എനിവേ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഐ തിങ്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരാം. സെൽഫ് ലവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി പറയലാണ്. എനിക്ക് നന്ദി പറയാമെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് നമ്മളത് കാണാൻ പഠിക്കുകയാണ്, നമ്മളതിനെ നന്ദി പറയാൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകും. കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കണ്ടു തുടങ്ങുമ്പോൾ ഓക്കെ, ഇന്ന ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്, ചെറിയ ചെറിയ കാര്യമായിരിക്കാം, എന്നാൽ പോലും അതുണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ പോസിറ്റീവ് ആവും. നമുക്കൊരു പ്രതീക്ഷ വരും, നമുക്കൊരു വിശ്വാസങ്ങൾ വരും. ഓക്കെ, അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരുമ്പോൾ അത് നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റീവ്നെസ് അട്രാക്ട് ചെയ്യും, നമ്മൾ ബ്ലെസ്സിങ്സ് കൂടുതൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഉള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കും. ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് നാളെ ഒരു വീഡിയോ ഇടാം, അതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല, സെൽഫ് ലവ് ക്ലാസ് ഞാൻ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിനെക്കാട്ടിലും പേഴ്സണൽ റീഡിങ്സ് ഞാൻ ഗൈഡൻസ് കൂടി തരാം. അത് ഞാൻ ആക്ച്വലി ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഞാൻ മിക്കവാറും നമ്മൾ എന്തായാലും ചെയ്യാറുണ്ട്. എല്ലാവരോടും ഞാൻ ഒരുവിധം സംസാരിച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതങ്ങനെ, അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മിക്കവാറും അത് വരാറുണ്ട്, എന്തായാലും വരാറുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെൽഫ് ലവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. May 1 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വേണോ വേണ്ടേ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നു, പക്ഷേ ഞാൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം സോ ക്ലാസ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. 2 ബാച്ച് ഓൾറെഡി കഴിഞ്ഞതാണ്. അതിൽ ഫസ്റ്റ് ബാച്ച് വളരെ ഡിഫറെൻ്റ് ആയൊരു ബാച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞങ്ങളിപ്പോഴും ഒരു ഫാമിലി പോലെ അവിടെ ഉണ്ട്, വളരെ സന്തോഷമുണ്ട് എനിക്കതിൽ. ആൻഡ് സെക്കൻഡ് ബാച്ചും കുറേ പേരൊക്കെ ഇപ്പോഴും കൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇനിയും അങ്ങനത്തെ ബാച്ചസ് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഹീലിംഗ് ആണ് വേണ്ടത് നമുക്ക് മെയിനായിട്ട്. ഓക്കെ, സോ അതിന് വരാം. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.